ഹലോ എവ്രി വൺ, Q3 വേൾഡിൻ്റെ പുതിയൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു 1.5 കിലോ വെയിറ്റുള്ള ഒരു ടോൾ കേക്കാണ്. ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും വൈറ്റ് ഫോറസ്റ്റ് കേക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കേക്കാണ്. താഴെ ലെയറിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും മേലത്തെ ലെയറിൽ വൈറ്റ് ഫോറസ്റ്റ് കേക്കുമാണ് ചെയ്യുന്നത്. 7 ഇഞ്ച് സൈസിലുള്ള കേക്ക് ടിന്നാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. 3 എഗ്ഗ് യൂസ് ചെയ്തിട്ടാണ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്ക് റെസിപ്പിയുടെ വീഡിയോ ഇതിന് തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്കൗട്ട് ചെയ്യാം. 3 എഗ്ഗ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും വാനില സ്പോഞ്ച് കേക്കുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. 10 ഇഞ്ചിൻ്റെ ബേസ് ബോർഡാണ് എടുത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് താഴെ ചെയ്യുന്നത്. 3 ലെയറും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്യുമ്പോൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ഫില്ലിംഗ് ആയി കൊടുത്തിരിക്കുന്നതാണ്. അങ്ങനെ 3 ലെയറും ഷുഗർ സിറപ്പൊക്കെ അപ്ലൈ ചെയ്ത് ക്രീമും അപ്ലൈ ചെയ്ത് കുറച്ച് ചോക്ലേറ്റ് ഫില്ലിങ്സും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വാനില സ്പോഞ്ച് കേക്ക് അതിൻ്റെ മേലെ ഡയറക്റ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സമയവും ചെയ്യുമ്പോഴും സൈഡൊക്കെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നായിട്ട് ചെയ്യുമ്പോൾ അത്ര ഡിഫിക്കൽട്ടായിട്ട് തോന്നില്ല. അപ്പോൾ സെൻറ്ററിൽ ക്രീം വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് സൈഡിലും ഒന്ന് ക്രീമൊക്കെ ഒന്ന് നന്നാക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്തതായിട്ട് വാനില സ്പോഞ്ച് കേക്ക് ഇതിൻ്റെ മേലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്ത പോലെ തന്നെ വാനില കേക്കിലും ഷുഗർ സിറപ്പ് കൊണ്ടൊക്കെ വെറ്റ് ചെയ്ത് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിങ്ങിന് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആകുമ്പോൾ ബ്ലാക്കും വാനില കേക്ക് ആയതുകൊണ്ട് വൈറ്റ് ചോക്ലേറ്റുമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതും 3 ലെയർ വെച്ച് കൊടുത്ത് നമുക്ക് ഒന്ന് സൈഡും ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. 6 ലെയറൊക്കെ ഒരൊറ്റ ഹൈറ്റിൽ വരുമ്പോൾ നമ്മുടെ കേക്കിന് നല്ല ഹൈറ്റായിരിക്കും. അപ്പോൾ ഇത് കറക്റ്റ് നല്ല സ്റ്റേബിളായിട്ട് കിട്ടാൻ വേണ്ടി നമുക്കൊരു ട്രിക്ക് യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കേക്കിൻ്റെ 6 ലെയറിലുള്ള സ്പോഞ്ച് കേക്കും വെച്ച് കൊടുത്തൊന്ന് ക്രം കോട്ട് ചെയ്ത് ആദ്യം നീറ്റാക്കി വെക്കുക. ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് എടുക്കേണ്ടത് ഇതേപോലത്തെ വുഡൻ സ്റ്റിക്കാണ്. ഇപ്പോൾ നമ്മൾ ടയർ കേക്കിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഈ വുഡൻ സ്റ്റിക്ക് കേക്കിൽ ഇൻസേർട്ട് ചെയ്ത് അതിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്ത് ജസ്റ്റ് പൊട്ടിച്ചു കൊടുക്കാം. ഇതേപോലത്തെ 2 പീസാണ് നമുക്ക് വേണ്ടത്. ഒരേ സൈസിലുള്ള 2 പീസ് നമുക്ക് മാർക്ക് ചെയ്ത് പൊട്ടിച്ച് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സേഫായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും ഇത് കൊണ്ടുപോകുമ്പോഴൊക്കെ നല്ല സേഫായിട്ട് തന്നെ ഇളക്കി പോകാതെ ബോർഡിൽ നിന്നും വിട്ടു പോകാതെ നല്ല സേഫായിട്ട് ഇരുന്നോളും. ഇനി ഫൈനൽ കോട്ടിംഗ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിത് കുറച്ച് നേരം ഒരു 15 മിനിറ്റോളം ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളിതിന് ഫൈനൽ കോട്ടിംഗ് ചെയ്യുന്നത് ഒരു ലൈറ്റ് ക്രീം കളറാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഷുഗറിൻ്റെ യെല്ലോ ജെൽ കളർ ഒരൊറ്റ ഡ്രോപ്പ് മാത്രമാണ് ഇത്രയും ക്രീമിൽ ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് നല്ല ക്രീമിന് ഒരു ഓഫ് വൈറ്റുള്ള ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനൽ കോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിൽ നോസിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോസിലുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കത് കേക്കിൻ്റെ ചുറ്റും ഒന്ന് ഇതേപോലെ ഒന്ന് ഫുൾ റൗണ്ടായിട്ടൊന്ന് പൈപ്പ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് കുറച്ച് മുകൾ ഭാഗത്തും ഇട്ട് കൊടുക്കാം. നമ്മളിതൊന്നൊരു സ്പാറ്റുല യൂസ് ചെയ്ത് ഒന്ന് സ്മൂത്തൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് വലിയൊരു സ്പാറ്റുലയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഹൈറ്റിനേക്കാൾ കൂടുതലുള്ള ഒരു സ്പാറ്റുല അല്ലെങ്കിൽ ഒരു സ്ക്രേപ്പറാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ഫൈനൽ കോട്ടിംഗ് തന്നെയാണ് കിട്ടുന്നത്. ഇനി കേക്കിന് നമ്മൾ മൊത്തത്തിലൊരു സ്പൈറൽ ഇഫക്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഐസിങ് നൈഫ് എടുത്ത് ജസ്റ്റ് ഒരു പോയിന്റിൽ തന്നെ വെക്കുക. പിന്നീട് നമുക്ക് ടേണിംഗ് ടേബിൾ ഒന്ന് നന്നാക്കി കറക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ കൈയെടുക്കാതെ തന്നെ ആ ഒരു പൊസിഷനിൽ നമ്മുടെ ഐസിങ് നൈഫ് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഏറ്റവും മുകളിലേക്ക് ടോപ്പിലേക്ക് തന്നെ എത്തും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് നല്ല മെഷർമെൻറ്റിലുള്ള ഒരേ സൈസിലുള്ള ഒരു സ്പൈറൽ ഇഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ഇനി മുകൾ ഭാഗവും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ നൈഫ് എടുക്കാതെ സെൻറ്ററിലേക്ക് അവസാനിക്കുന്ന രീതിയിലൊന്ന് ടേണിംഗ് ടേബിൾ റൊട്ടേറ്റ് ചെയ്താൽ കേക്കിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ തന്നെ സ്പൈറൽ ഇഫക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും. നമുക്കിനി ഈ ഒരു കേക്ക് ഒന്ന് കളർഫുള്ളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 m
നോസിൽ നമ്പറിലുള്ള 2 നോസിലുകളാണ്. സെയിം നോസിൽ നമ്പറിലുള്ള 2 നോസിൽ. ഒരു ഐസിങ് ബാഗിൽ ഞാൻ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്, മറ്റേ കളറിലൊരു പീച്ചാണ്. പീച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു ഡ്രോപ്പ് റെഡ് ജെൽ കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് വലിയൊരു ലീഫ് നോസിലാണ്. അതിൽ ലീഫ് ഗ്രീൻ എന്ന കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ റോസറ്റാണ് പൈപ്പ് ചെയ്തെടുക്കുന്നത്. അത് നമ്മുടെ കേക്കിൻ്റെ 1/4 ഭാഗം കഴിഞ്ഞിട്ടുള്ള ആ ഒരു പൊസിഷനിലാണ്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റോസറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ക്രീം ബീറ്റ് ചെയ്ത് ആദ്യം തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിലുള്ള ക്രീം ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കി ഫ്രിഡ്ജിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് മെൽറ്റ് ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റോസറ്റ് പൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ സൈഡിലൊക്കെ പൈപ്പ് ചെയ്യുമ്പോൾ നല്ല സ്റ്റിഫ് പീക്കായിട്ടുള്ള വിപ്പിംഗ് ക്രീം തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് ഓൾറെഡി അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ മെൽറ്റായി പോവാതെ നല്ല സ്റ്റിഫായിട്ടുള്ള വിപ്പിംഗ് ക്രീം ആയിരിക്കും കിട്ടുക. അപ്പോൾ ഞാൻ ഈ പിങ്ക് ക്രീം ഇതേപോലെ ഒന്ന് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഇങ്ങനെ പൈപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഗ്യാപ്പിൽ നമുക്ക് പീച്ച് ക്രീം കൊണ്ട് ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റോസറ്റും കൂടെ പൈപ്പ് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള കളേഴ്സിൽ നമ്മുടെ ഐഡിയക്കനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. ഇനി കുറച്ച് ലീഫും കൂടെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഞാൻ ലീഫ് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫ്ലോറൽ റീത്ത് പോലെയൊക്കെയുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരു കേക്കിനൊരു പ്രത്യേക ലുക്കാണ്, നല്ല എലിഗൻറ്റ് ലുക്ക് തന്നെയാണ്. ബർത്ത്ഡേ പാർട്ടിക്കും നമുക്ക് ബ്രൈഡൽ ഷവറിനൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു ഡിസൈൻ നമുക്ക് നല്ല സ്യൂട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം. നമ്മുടെ Q3 വേൾഡ് എന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.